കേരളത്തിൽ എല്ലായിടത്തും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ മുൻതൂക്കമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു മുന്നണികളും വെപ്രാളത്തിലായിരിക്കുക. അതുകൊണ്ട് എൻ ഡി എക്കെതിരായ വ്യാപകമായ വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ നിരന്തരമായ വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകിയ യു ഡി എഫ് സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിച്ചിരിക്കുക. കേരളത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യ ശാസന നൽകുന്നത്. വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടിരിക്കുക. ഇത് കാണിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എ വിജയിക്കുമെന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട മാന്യതയും മര്യാദയും സാധാരണ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ്. എതിർ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, കള്ളപ്രചരണം നടത്തുക എന്നുള്ളത് പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക. കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല സ്ഥാനാർത്ഥികളോടും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ ഏർപ്പെടരുത് എന്ന് പറയുകയാണ്, ശാസന നൽകുകയാണ്. ഇത് കാണിക്കുന്നത് എൻ ഡി എയുടെ മുന്നേറ്റത്തിൽ മുന്നണികൾ വെപ്രാളത്തിലായിരിക്കുന്നു. എൻ ഡി എ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു.